ഞാനിന്ന് എന്താണ് നിങ്ങളെ മുന്നിൽ കുടയൊക്കെ ആയിട്ട് വന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. അതും കുട്ടികളെ കുടയായിട്ടില്ലേ. നിങ്ങൾക്ക് ഞാനിന്ന് ഒരാളെ പരിചയപ്പെടുത്തി തരാം. നമ്മുടെ നാട്ടിലുള്ള ഒരു വ്യക്തി തന്നെയാണ് കേട്ടോ. ദൈവം മനുഷ്യരെ പല രീതിയിലാണ് പരീക്ഷിക്കല്ലേ. ചിലപ്പോഴൊക്കെ പരീക്ഷണങ്ങൾക്ക് മുമ്പിൽ നമ്മളെല്ലാവരും പകച്ചു നിന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരു വ്യക്തി, നമ്മളിന്ന് കാണാൻ പോകുന്ന ഒരു വ്യക്തി, ദൈവം നല്ല രീതിയിൽ തന്നെ പരീക്ഷിച്ചിട്ടും ഒട്ടും പതറാതെ തനിക്ക് ആവുന്ന രീതിയിൽ തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരാളാണ് കേട്ടോ. എല്ലാ സുഖസൗകര്യങ്ങളുണ്ടായിട്ടും എല്ലാ കഴിവുകളുണ്ടായിട്ടും ഒന്നും ചെയ്യാതെ മടി പിടിച്ച് ഒരു മൂലക്കിലിരിക്കുന്ന നമ്മൾക്കൊക്കെ ഒരു മോട്ടിവേഷൻ കൂടിയാണ് കേട്ടോ ഈ ഒരു വ്യക്തി. ഇദ്ദേഹത്തിൻ്റെ പേര് മാലിക്. വർഷങ്ങൾക്ക് മുമ്പ് ഗൾഫിൽ വെച്ചിട്ടുണ്ടായിട്ടുള്ള ഒരു ആക്സിഡൻറ്റിൽ അരയ്ക്ക് കീഴ്പോട്ട് സ്വാധീനം നഷ്ടപ്പെട്ടിട്ടുള്ള ആളാണ് കേട്ടോ അദ്ദേഹം. എൻ്റെ വിധി ഇങ്ങനെ ആയിപ്പോയി എന്ന് പറഞ്ഞ് വീടിൻ്റെ 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങി നിൽക്കാതെ തനിക്ക് ആവുന്ന രീതിയിൽ തന്നെക്കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്ത് തൻ്റെ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരാൾ കൂടിയാണ് കേട്ടോ അദ്ദേഹം. നല്ല ക്വാളിറ്റിയുള്ള കുട നിർമ്മാണമാണ് കേട്ടോ ഇദ്ദേഹത്തിൻ്റെ പ്രധാന തൊഴിൽ. നിങ്ങൾ ഈ കുടയൊക്കെ കണ്ടില്ലേ, എല്ലാ സൈസിലുള്ള കുടയും ഇദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് കേട്ടോ. അതായത് പിന്നെ വലുപ്പത്തിനനുസരിച്ച് ഇപ്പോൾ ഇതൊക്കെ കണ്ടില്ല നിങ്ങൾ, വലിയ കുടകളാണ്, 3 ഫോൾഡ് കുടകളുണ്ട്, കുട്ടികളുടെ കുടകളുണ്ട്. അത്യാവശ്യം നല്ല വലുപ്പത്തിൽ നമുക്കൊരു മഴയൊക്കെ പെയ്താൽ 3 ആൾക്ക് കയറി നിൽക്കാൻ പറ്റുന്ന വലുപ്പത്തിലുള്ള കുടയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് അനീഷേട്ടന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞങ്ങൾ ഇത് ഒരെണ്ണം എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ കുട വാങ്ങുമ്പോഴേ ചില കുടകൾ പെട്ടെന്ന് കേടായിപ്പോകും, പക്ഷേ റേറ്റ് ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ ആ കുടേൻ്റെ മെറ്റീരിയലും ഈ കുടേൻ്റെ മെറ്റീരിയലൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് മാറ്റമുണ്ട്, റേറ്റിനും ഇവിടെ വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ അദ്ദേഹം വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിനാണ് എല്ലാവർക്കും കൊടുക്കുന്നത്. ഈ ഒരു കുട ശ്രദ്ധിച്ചങ്ങൾ, ഇദ്ദേഹം ഈ ഒരു കുടയ്ക്ക് പറഞ്ഞിട്ടുള്ള പേരെന്താന്ന് വെച്ചാൽ നമ്മളെ ഗോഡ് ഫാദർ കുട എന്നാണ് കേട്ടോ. എന്താ വെച്ചാൽ അങ്ങനെ നമുക്ക് കുത്തി നടക്കാവുന്ന പാകത്തിലാണ് കേട്ടോ. അങ്ങനെ കുറച്ചൊരു സപ്പോർട്ട് വേണം എന്നുള്ളവർക്ക് കുട ചൂടാൻ മാത്രമല്ല ഒന്ന് കുത്തി നടക്കാൻ കൂടിയുള്ള രീതിയിലാണ് കേട്ടോ അത് നിർമ്മിച്ചിരിക്കുന്നത്. ഇതാ നോക്കൂ, ഈ അലമാര നിറച്ച് അദ്ദേഹം ഉണ്ടാക്കി വെച്ചിട്ടുള്ള കുടകളാണ് കേട്ടോ. ഇത് എല്ലാ ടൈപ്പുള്ള കുടകളുണ്ട്. അതായത് പ്രിൻറ്റഡ് വരുന്നുണ്ട്, ബ്ലാക്ക് കളറിൽ വരുന്നുണ്ട്, പിന്നെ എന്താ പറയുക പല രീതിയിലുള്ള പൂക്കളും കാര്യങ്ങളൊക്കെ വരുന്ന നല്ല എന്താ പറയുക വർണ്ണശബളായിട്ടുള്ള കുടകളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നാനോ കുടകളുണ്ട്. പിന്നെ ഈ രീതിയിൽ കുട്ടികൾക്ക് ചൂടാൻ പറ്റിയിട്ടുള്ള കുടകൾ, പ്രിൻറ്റഡ് ആയിട്ടുള്ള അവരുടെ കാർട്ടൂൺ കഥാപാത്രങ്ങളും കാര്യങ്ങളൊക്കെ വരുന്ന കുടകൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇത് കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പാകത്തിലാണ്, പക്ഷെ നമ്മൾ നോർമൽ കുടേൻ്റെ രൂപത്തിലായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. എനിക്ക് ഈ കുടകളുടെ ടൈപ്പ് ഒന്നും പറയാൻ അറിയില്ല കേട്ടോ, പക്ഷേ എല്ലാവിധ കുടകളും ഇദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് കേട്ടോ. ഈ അലമാര നിറച്ച് അദ്ദേഹം ഉണ്ടാക്കി വെച്ചിട്ടുള്ള കുടകളാണ്. അപ്പോൾ നമ്മൾ ഈ കാലം കുട എന്നൊക്കെ പറഞ്ഞാൽ ആ കുടകളുണ്ട്. പിന്നെ കുട്ടികൾക്കുള്ള കുടകളാണ് കേട്ടോ അപ്പുറത്തെ സൈഡിൽ നിങ്ങൾ കണ്ട. പിന്നെ നാനോ കുടകളുണ്ട്, പ്രിൻറ്റഡ് ആയിട്ടുള്ളുണ്ട്, എല്ലാ ടൈപ്പുള്ള കുടകളും ഉണ്ട് കേട്ടോ. അപ്പം ആവശ്യമുള്ളവർക്ക് നേരിട്ട് ഇങ്ങോട്ട് വരാവുന്നതാണ്, അല്ലെങ്കിൽ ഓൺലൈൻ സർവീസും ഉണ്ട് കേട്ടോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ എല്ലാവരും ആവശ്യമുള്ളവരൊക്കെ കോൺടാക്ട് ചെയ്തിട്ട് എന്തായാലും അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കണേ. നമുക്ക് അതിൻ്റെ ക്വാളിറ്റി പരിശോധിച്ചാൽ തന്നെ അറിയാം കേട്ടോ. മെറ്റീരിയലിൻ്റെ കാര്യത്തിലായാലും അത് തുന്നിയിട്ടുള്ള കാര്യത്തിലായാലും അതിൻ്റെ കാലിൻ്റെ ഒക്കെ നമുക്ക് പിടിയൊക്കെ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല ക്വാളിറ്റി, നല്ല വൃത്തിയോട് കൂടിയിട്ടാണ് കേട്ടോ ഓരോ കുടയും ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാം. ചില കുടകൾ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ നിത്തുവിൻ്റെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം വാങ്ങിയിട്ടുള്ള കുട ഒരാഴ്ചയെ കൊണ്ടുപോയിട്ടുള്ളൂ കേട്ടോ, അപ്പോഴേക്കും കേടുന്നത്. ഇദ്ദേഹത്തിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്ന എവിടെ വെച്ചാൽ നമ്മൾ മാവൂർ കോഴിക്കോട് റോഡിൽ സിനിമാളുടെ ബാക്കിലായിട്ട് നമ്മളെ ഗോറിയോൺ ബാക്ടറി കമ്പനിയുടെ തൊട്ട് ബാക്കിലായിട്ടാണ് കേട്ടോ. അപ്പം നേരിട്ട് വരുന്നവർക്ക് ഇവിടെ വന്ന് വാങ്ങിക്കുകയും ചെയ്യാം. അല്ലാത്തവർക്ക് ഞാൻ കോൺടാക്ട് നമ്പർ താഴെ കൊടുക്കുക, അതിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് കൊറിയറായിട്ട് അയച്ചു തരും കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ ടൈപ്പ് കുടകളും ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ബൾക്കായിട്ടുള്ള ഓർഡറുകളും സ്വീകരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും കൂടുതൽ ഓർഡറുകൾ വേണമെന്നുണ്ടെങ്കിൽ ആളെ കോൺടാക്ട് ചെയ്താൽ മതിയേ. അപ്പോൾ സിംഗിളായിട്ടാണെങ്കിൽ നിങ്ങൾക്ക് കൊറിയർ വഴി അയച്ചു തരും കേട്ടോ. അപ്പോൾ അത് പല നിറത്തിൽ, പല രീതിയിൽ, പല ടൈപ്പിലുള്ള കുടകളുണ്ട്. ഇപ്പോൾ ഏത് ടൈപ്പ് ഓഫ് കുടകളും ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ അത് മാത്രമല്ല ഉള്ളത്, ഇവിടെ പേനയുടെ നിർമ്മാണവും ഉണ്ട് കേട്ടോ. നല്ല എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള പേപ്പർ കൊണ്ടുള്ള പേനകളാണ് കേട്ടോ. ഇതിൻ്റെ ബാക്കിൽ നമുക്ക് വിത്ത് ഉണ്ടാവും. അപ്പോൾ ഉപയോഗം കഴിഞ്ഞിട്ട് നമ്മൾ വലിച്ചെറിഞ്ഞാലും അവിടെ ആ വിത്ത് മുളച്ചിട്ടൊരു തൈയായി മാറും കേട്ടോ. ഇത് പേപ്പർ, ഇത് മാത്രം റീഫില്ലറാ മഷി, പേപ്പർ മണ്ണ് ദ്രവിച്ചു അവിടെ വിത്ത് മുളയ്ക്കും. പിന്നെ ബാക്കിൽ വിത്തുണ്ട് അല്ലേ? ബാക്കിൽ വിത്തുണ്ട്, ഓരോന്നിന്റെ ബാക്കിലും എല്ലാതുണ്ട്. ഒരു വിത്ത് ഇടാൻ പറ്റുള്ളൂ, ഗ്യാപ്പുള്ളൂ. പിന്നെ ഈ നമ്മളെ ഈ ചുവന്ന മുളകില്ലേ അരിക്കണേ, അതിന്റെ ചെറിയ ചെറിയ മണിയല്ലേ, അത് 2-3 ഉണ്ട്. ഇതിപ്പോ പപ്പായൻ്റെ. ഞങ്ങൾക്ക് ആവശ്യമുള്ള കുടകൾ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള കുടകൾ വാങ്ങിക്കണം, അത് അദ്ദേഹത്തിന് വലിയൊരു സഹായമാവും കേട്ടോ. വീട് വരുന്നത് കല്ലേരി സിനിമാളുടെ ബാക്കിൽ ഓറിയൻ ബാറ്ററിന്റെ റോഡിൽ കയറിയിട്ട് ഫസ്റ്റത്തെ ടേണിങ്ങിൽ തന്നെയാണ്, റൈറ്റ് സൈഡിലേക്കാണ് പിന്നെ വീട് വരുന്നത്. അപ്പോൾ കുറച്ച് മുന്നേ ഗൾഫിൽ വെച്ചിട്ട് ചെറിയൊരു ആക്സിഡന്റ് സംഭവിച്ചിട്ട് വേറെ ജോലിക്കൊന്നും പോകാൻ പറ്റാത്ത ഒരു കണ്ടീഷനാണ്. അപ്പോൾ കുടയും പെന്ന് അങ്ങനത്തെ സാധനങ്ങൾ, കുട്ടികൾക്കുള്ള എല്ലാവിധ കുടകളും പിന്നെ ബാക്കിയുള്ള വലിയവർക്കുള്ള കുടകളും എല്ലാം
മിതമായ നിരക്കിൽ നല്ല ക്വാളിറ്റി ഉള്ള നല്ല കുടകളാണ്. ഷോപ്പിലുള്ളതിനെക്കാട്ടും റേറ്റ് കുറച്ചിട്ടും നല്ലതുമാണ് കുടകൾ. നല്ല ക്ലോത്തൊക്കെ നല്ല ക്ലോത്താണ് വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ അവനെ കാണാൻ വന്നതിന് ഞങ്ങൾക്ക് പറ്റിയ രീതിയിലുള്ള ഞങ്ങൾക്ക് ആവശ്യമുള്ള കുടകൾ അവൻ്റെ അടുത്ത് നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ ആർക്കെങ്കിലും കുട വേണമെങ്കിൽ ഇവനായിട്ട് ബന്ധപ്പെടുക. അവൻ്റെ നമ്പർ ഞങ്ങളൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ നമ്പറിൻ്റെ അകത്ത് ആ വീഡിയോയിൽ നമ്മൾ അവൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും കുട വേണമെങ്കിൽ ഇവിടെ കല്ലേരി വന്ന് അവനെ ആ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി. കറക്റ്റ് ലൊക്കേഷനും കാര്യമൊക്കെ അവൻ പറഞ്ഞു തരും. ഓൺലൈനായിട്ടും കിട്ടും. ഓൺലൈനായിട്ടും അയച്ചു തരണമെങ്കിൽ അങ്ങനെ അയച്ചു ചെയ്യും. അപ്പോൾ നിങ്ങൾ കുട വേണ്ട ആവശ്യക്കാർ ഈ നമ്പറിൽ ബന്ധപ്പെട്ടാൽ അവനൊരു സഹായം കൂടി ആവും. അപ്പോൾ എല്ലാവരും അവൻ്റെ അടുത്ത് തന്നെ വാങ്ങണം. അങ്ങനെ തന്നെ വാങ്ങണമെന്നല്ല, എല്ലാവരും പറ്റുന്ന ആൾക്കാരൊക്കെ അവൻ്റെ അടുത്ത് കുട വാങ്ങി അവനൊരു ഹെൽപ്പ് ആയിക്കോട്ടെ.